ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ഏട്ടൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വ്ളോഗാണ് കേട്ടോ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ഏട്ടൻ്റെ അനിയത്തിൻ്റെ വീട് ചിറ്റൂരാണ്. അപ്പോൾ നമ്മളിന്ന് ഏട്ടൻ ലീവിന് വന്നിട്ടില്ല, ലീവ് കഴിയാനായി, ഇനി അത് 2-3 ദിവസം കൂടിയുള്ളൂ. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നായിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക്, അതായത് അനിയത്തിയുടെ വീട്ടിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. കുഞ്ഞൊരു വ്ളോഗ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോണ വഴിക്ക് കാണാം. ഞാനൊന്ന് സെറ്റായിട്ട് വരാം. അച്ഛാ സ്നാക്സ് വാങ്ങാൻ പോയത്. അവിടെ നമ്മൾ അമ്മായിന്റെ വീട്ടിൽ പോയല്ലേ, അപ്പൊ സ്നാക്സ് മേടിക്കാൻ പോയതാണ്. അച്ഛാ പേര് കേട്ടോ, ഫ്രൂട്ട്സ് മേടിച്ചിട്ട് വരും. ഹായ് ദീദി. ഇന്നെന്താ അറിയില്ല കേട്ടോ, നല്ലൊരു കാലാവസ്ഥയാണ്, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഇടയിൽ മാത്രം മഴ, അതും ഈ റോഡിൻ്റെ നടുവിലൂടെ ഇങ്ങനെ, അതായത് പാടത്തിൻ്റെ 2 സൈഡിൻ്റെ നടുക്ക് കൂടെ ഒരു റോഡ് പോകുമ്പോൾ അതിലിങ്ങനെ ആ മഴക്കാറും ആ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ ഡിമ്മായിട്ടുള്ള ഒരു ഇതൊക്കെ ഇല്ലേ, നല്ലൊരു രസം കേട്ടോ. ശരിക്കും ഇടയിൽ മാത്രം മഴ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ ചേച്ചിയുടെ വീടെത്തി, ഞങ്ങൾ ചുറ്റൂരെ എത്തിയിരിക്കുകയാണ്. അവിടെ ചേച്ചി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അതാ ചേച്ചിയുടെ അമ്മ നിൽക്കുന്നുണ്ട്, ചേച്ചിയും പിള്ളേരും എല്ലാവരും മേലെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ കാത്തിരിക്കുക, ഞങ്ങൾ എന്താ വരാത്തത്, ഞങ്ങൾ കുറച്ച് റോഡ് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയിൽ പോയിട്ടോട്ടു. ഞങ്ങൾ അത് വേണ്ട കേറ് കേറ് കേറടാ. അയ്യോ നിന്നൊന്നും ചെയ്യില്ല, എടുക്കണ്ടത്. ശരി, അമ്മായി എടുക്കും. ചേച്ചി അതാ ചില്ലോ ചെരുപ്പൂരി ഇടുവോ? ഇങ്ങനെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ച് ഞാനിങ്ങനെ പുറത്ത് വെറുതെ കാഴ്ചകൾ ഇങ്ങനെ നോക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങിയതാട്ടോ. ചേച്ചിയുടെ വീട് ഒരു ഹൈവേയിലാണ് കേട്ടോ, ഒരു ഹൈവേ സൈഡാണ്. അതുകൊണ്ട് നിറച്ച് വണ്ടികൾ എപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മളപ്പോൾ മേലെയാണ്. പിന്നെ നിത്തുവാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ചേച്ചിമാരെ കണ്ടിട്ട്. അവർ രണ്ടാളും കണ്ടിട്ട് ഭയങ്കര ഹാപ്പി. അവൾ കുറേ ഓടിക്കളിക്കുന്നു, ചാടിക്കളിക്കുന്നു, ബോൾ കളിക്കുന്നു, ഭയങ്കര സന്തോഷം, ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവൾ. പിന്നെ ഇത് വേദുവാണ് കേട്ടോ, ഇവളുടെ അനിയത്തിയാണ് ചിന്നും ഇവളും തമ്മിൽ ചേരില്ല കേട്ടോ. ഇവർ രണ്ടാളും എപ്പോഴും തല്ലുകൂടിയും കൊണ്ടിരിക്കും. പക്ഷേ വേദുവായിട്ട് ആൾ ഓക്കെയാണ്, വേദുവായിട്ട് നന്നായി കളിക്കും, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവർ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ബോളെല്ലാം തട്ടിക്കളിച്ച് പിന്നെ 3 കൂടി റൂമിലൊക്കെ വന്നിട്ട് 3 കൂടി ഒരേ കളിയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, നടുവിലിരിക്കാനാണ് കേട്ടോ ചിന്നു. ഇവളും നിത്തുമായിട്ട് ഏത് നേരം അടിയായിരിക്കും, കണ്ണ് തപ്പി രണ്ടാളും തല്ലുകൂടും. അവളൊന്നും ചെയ്യത്തില്ല കേട്ടോ, നിത്തുവാണ് വെറുതെ അവളെ തല്ലാൻ പോവുക. കണ്ടോ, കാണിക്കുന്നുണ്ടോ, അവളെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ മറ്റുള്ള വലിയ ആളെ അവളൊന്നും ചെയ്യില്ല കേട്ടോ. അവൾ ഭയങ്കര പാവമാണ്. ഞങ്ങൾ മേലെ ടോപ്പിൽ വന്ന്, ടെറസിൻ്റെ മേലെ വന്ന് പിള്ളേരവിടെ ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് അങ്ങനെ വന്നു. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പാർക്കിൽ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. പാർക്ക് എവിടേക്കാ പോണേ? ഇല്ലല്ല, ഇവിടെ ഇല്ല. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ പാർക്കിലോട്ട് പോവാണ്. പ്രതി ഇവിടെ ഉണ്ട്. ഞങ്ങൾ പാർക്കിലോട്ട് പോവാണ്. നമ്മൾ എവിടേക്കാ പോണേ? താത്ത പോവല്ല, പാർക്ക് പോവാണ്. പാർക്ക് പോവാണ്. ഇവിടെ പാർക്ക് ഉണ്ട് എത്ര അടുത്ത്, അമ്മായിന്റെ വീട്ടിന്റെ അവിടെ. നമുക്ക് അങ്ങോട്ട് പോവാ. എവിടെ വേദു പാർക്ക്? അപ്പൊ നമുക്ക് പാർക്ക് പോവാം. ഞങ്ങളിതാ പാർക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും ഏട്ടനും ബൈക്കിലാണ് വരുന്നത്. അപ്പോൾ നിത്തു ഒരേ കരച്ചിലായിരുന്നു. എനിക്ക് അവരോട് ബൈക്കിൽ വന്നാൽ മതി കൊണ്ട് അവൾ ഒരേ വാശിയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ മാത്രമേ കാറിൽ പോയുള്ളൂ, അവൾ ബൈക്കിൽ വരിക ചെയ്തു. അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് എത്തി. അവളാകെ അന്തം വിട്ടു. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ്, നമ്മുടെ പത്തിരിപ്പാല ഈ ഒരു സൈഡ് അങ്ങനെ പാർക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ചെറുതാകുമ്പോഴല്ലേ അവൾ അങ്ങനെ പാർക്കിൽ പോയില്ല. അവൾക്ക് ഓർമ്മ വെച്ച ശേഷം അവൾ അങ്ങനെ പാർക്കിലോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ അവൾ ഇതെല്ലാം കണ്ടപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡായി. അവൾ ഏതിലാണ് കയറേണ്ടത് അറിയില്ല. കണ്ടപ്പോൾ എല്ലാം പേടിയും എന്തൊക്കെയാണ്, ഭയങ്കര സന്തോഷം എന്തൊക്കെയായിരുന്നു കേട്ടോ അവൾക്ക് ശരിക്കും. അങ്ങനെ അവൾ എല്ലാത്തിലും കയറിയിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു.
ഇവള് ചെറുതാണ് ടൈമിൽ ഞങ്ങളെ ഏട്ടൻ്റെ കൂടെ നാസിക്കിലുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഇവളിതിലൊക്കെ കയറിയിരുന്നു. ഒരു പേടി ഒന്നും ഉള്ളിലേക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാത്തിനെയും കളിക്കുന്നു. പക്ഷെ അവൾക്ക് അതൊക്കെ മറന്നുപോയി. അവൾ 1 വയസ്സാകുമ്പോഴല്ലേ അവൾക്ക് മറന്നു. സത്യം പറഞ്ഞാൽ അവൾക്ക് അതൊക്കെ മറന്നുപോയി. പിന്നെ അവൾ ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര അതിശയത്തോടെ ഇത് എന്താ ചെയ്യേണ്ടത്, ഏതിലാണ് കയറേണ്ടതൊക്കെ അയാൾക്ക്. അങ്ങനെ കുറേ നേരം അവൾ ഓരോന്നിലും മാറി 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 കയറിക്കൊണ്ടിരുന്നു. അങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങളും കുറേ പേരുണ്ടായിരുന്നു. ചെറിയൊരു പാർക്കാണ് കേട്ടോ. ഇവിടെ അങ്ങനെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്, ചെറിയൊരു പാർക്കാണ്. വൈകുന്നേരത്ത് എല്ലാവരും തമ്മിലിങ്ങനെ കുറച്ച് പേരിങ്ങനെ പിള്ളേരെ കൊണ്ടുവന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ അപ്പുറത്തൊരു ടർഫ് ഉണ്ടായിരുന്നു. അവിടെ ചേട്ടന്മാരും അനിയന്മാരും പിള്ളേരൊക്കെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വരാൻ തന്നെ ലേറ്റായി. ശരിക്കും ചേച്ചിയുടെ അവിടെ പോകാൻ തന്നെ എത്താൻ തന്നെ ലേറ്റായി. 4 മണി കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം ഒരുപാടായി. പിന്നെ ഇവിടെ നിന്ന് പാർക്കിലും ടൈം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് തിരിച്ച് വീടെത്താൻ നമ്മൾ വീട്ടിൽ നിന്ന് എന്തായാലും 1-1.5 മണിക്കൂറുണ്ട്. വീട്ടിലെത്താനും സമയമാവും. ഇവൾക്ക് സ്ലൈഡിൽ കയറാൻ ഫസ്റ്റ് ഞാൻ കയറ്റിയപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. കാരണം വീട്ടിലുണ്ട് ഈ ഒരു സാധനം, ഇതിൻ്റെ കുഞ്ഞു സാധനം വീട്ടിലിരിപ്പുണ്ട്. അതിലിങ്ങനെ നന്നായി കളിക്കും. പക്ഷേ ഇത് അതിനേക്കാൾ കുറച്ച് വലുതാണല്ലോ. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടി. എന്നാൽ ഒന്നിനും പറ്റാത്ത പ്രായത്തിൽ അവൾ ഇതിലൊക്കെ സുഖമായി കളിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം മറന്നു. അതിലൊക്കെ കയറാൻ ഭയങ്കര പേടിയായി. പിന്നെ ലാസ്റ്റ് പിള്ളേരിങ്ങനെ ഓരോരുത്തരിങ്ങനെ കയറുന്ന കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ഓക്കെ കുഴപ്പമില്ല വീഴത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൾ ഓടി ഓടി കയറാൻ തുടങ്ങി കേട്ടോ. പക്ഷേ എനിക്ക് പേടിയെന്ന് തുടങ്ങി. കാരണം വല്ല വിട്ട് ചെയ്താലോ എന്നിട്ട് പിള്ളേരിങ്ങനെ എല്ലാവരും ഓടി ഓടി വരുന്നതാണ്. അപ്പോൾ നമുക്കറിയില്ലല്ലോ അവർ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്താൽ നിലത്തിട്ട് അഭയ പറഞ്ഞ് വീഴില്ലേ. അങ്ങനെ കുറച്ച് നേരം അവൾ ഊഞ്ഞാലൊക്കെ ആടി. അവളുടെ പിന്നാലെ ഇങ്ങനെ ഞാനും നടന്നു. ഏട്ടനുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ അവളുടെ പിന്നാലെ നടന്നു. നിധി വലിയ പ്രശ്നമൊന്നുമായില്ല. നിധി അമ്മയുടെ അടുത്തായിരുന്നു. അവൾ കുറച്ച് നേരം അമ്മയുടെ അടുത്ത് ഇങ്ങനെ കുറച്ച് നേരം. പിന്നെ ലാസ്റ്റ് അവളുടെയും ക്ഷമ തെറ്റാൻ തുടങ്ങി കേട്ടോ. കാരണം ടൈം ആവാൻ തുടങ്ങിയില്ലേ. ഇവിടെയാണ് ഫീഡിങ് റൂമൊന്നും കണ്ടില്ല കേട്ടോ ഞാൻ. അങ്ങനെ ഞാൻ എന്നിട്ട് മെല്ലെ അവളെയും കൊണ്ട് നേരെ എന്നാൽ ശരി കാറിലോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോഴും നിത്തുവിന് വരാൻ തീരെ മനസ്സില്ല. നിത്തു കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് പോവാം പറഞ്ഞിട്ടിരിക്കുകയാണ്. അവൾ വന്ന സന്തോഷത്തിൽ കുറേ എല്ലാത്തിലും കയറി. പിന്നെ ഇപ്പം തന്നെ ടൈമായിട്ട് ഒത്തിരി ആയി. നമ്മൾ സമയം 6:30 6:45 ആവാറായി. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. അങ്ങനെ വീട് എന്താടാ പഠിക്കണവള് അരിമണിയിലിരുന്ന് എഴുതി കളിക്കണം. അങ്ങനെ വീടെത്തുമ്പോഴേക്കും ലേറ്റായിട്ട്. പിന്നെ ഇവർ രണ്ടാളുടെ കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിശേഷം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.